ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു പാക്ക് ഓപ്പൺ വീഡിയോ ആയിട്ടാണ്, അതും മെയിൻ അക്കൗണ്ടിൽ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയായിട്ട് നമുക്ക് ചെറിയൊരു മെയിൻ്റെനൻസ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഗെയിമൊക്കെ ഓപ്പൺ ആക്കി കിട്ടി. അപ്പോൾ ഗെയിം ഓർ നോക്കിയപ്പോൾ ഇതാ പുതിയ പാക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പാക്ക് ഒരു സ്പെഷ്യൽ പാക്കാണ്. ഇന്നൊരു പ്ലെയറിൻ്റെ ചോയ്സിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിന്ന് പാക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ലെമീൻ യമാലിൻ്റെ ചോയ്സ്. അതായത് ഇന്ന് രാവിലെ തന്നെ വീഡിയോ ഇട്ടായിരുന്നു നമ്മുടെ കൊണാമി ലെമീൻ യമാൽസ് ചോയ്സ് വന്നിട്ട് ഒരു പാക്കാണ് കൊണ്ടുവരുക വന്നിട്ട്. സോ അത് വന്നിരിക്കുന്ന പ്ലേസ് ഏതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നേരെ കോൺട്രാക്റ്റ് പോകാം. നോക്കി നോക്കാം. എന്നിട്ട് നമ്മുടെ ഗോൾ കീപ്പറായ ബഫൺ വന്നിട്ടുണ്ട് ഗൈസ്. അതും സ്പിജിട്രോ എന്ന് പറഞ്ഞുള്ള ആ സ്കില്ലിലാണ്. അപ്പോൾ യമാൽ ഇന്ന് 6 പ്ലേയേഴ്സിൻ്റെ ആയിട്ട് പേര് പറഞ്ഞു. ഈ 3 പേര് വെച്ചാൽ ബഫൺ, പുയോള്, ഡെക്കോ, പിന്നെ ഡ്രോഗ്ബ, റൊണാൾഡിനോ, പിന്നെ വേറൊരു പ്ലെയറിൻ്റെ കൂടി പേര് പറഞ്ഞായിരുന്നു. സോ ഇത്രയും പ്ലേയേഴ്സിൻ്റെ പേരാണ് ആ ലെജൻസിൻ്റെ കൂട്ടത്തിൽ ആൾ പറഞ്ഞിട്ടോ. സോ അതിൽ 3 പ്ലേയേഴ്സിനാണ് ഇപ്പോൾ അവർ കൊണ്ടുപോയി. ചിലപ്പോൾ ഇനി അടുത്ത 3 പ്ലേയേഴ്സ് അടുത്ത ആഴ്ചയായിട്ടാവും കൊണ്ടുവരുന്നുണ്ടാവുക, പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ ബഫൺ അവൈലബിൾ ആണ്. സോ ബഫൺ വന്നിരിക്കുന്നത് GK സ്പിരിട്രോറിൻ്റെ സ്കില്ലിലാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു പ്ലെയറാണ് നമ്മുടെ ബഫൺ. കാരണം എൻ്റെ മെയിൻ അക്കൗണ്ടിൽ ഒരു ഗോൾ കീപ്പറിൻ്റെ കുറവുണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷേ 4000 പോയിട്ടുണ്ട്, കിട്ടുമൊക്കെ അറിയില്ല. എന്തായാലും വെറുതെ ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ അവിടെ പുയോള്, കാർലോസ് പുയോള് വന്നിട്ടുണ്ട്. പുയോള് വന്നിരിക്കുന്നത് ഫോർസസ് പ്ലസ് ഏരിയൽ ഫോട്ടോയുടെ സ്കില്ലാണ്. ശരിക്കും പറഞ്ഞാൽ പുയോളിനൊക്കെ ഏരിയൽ ഫോട്ടോ എന്തിനാ കൊടുത്തു വെച്ചെന്ന് എനിക്കറിയില്ല. ചെങ്ങായിക്ക് 178 ഹൈറ്റ് ഉള്ളൂ. അല്ല, ഇവിടെ ഹൈറ്റിന് പ്രസക്തി ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഗെയിമിൽ പ്രസക്തി ഉണ്ട്. ഓക്കെ, റിയൽ ലൈഫിൽ ആൾ പെർഫോം ചെയ്ത ലെവൽ നമുക്ക് അറിയണം. പക്ഷേ ഗെയിമിലേക്ക് വരുമ്പോൾ ഹൈറ്റ് നല്ല പ്രസക്തി ഉണ്ട്. ഈ ഏരിയൽ ഫോട്ടോ സ്കില്ല് സപ്പോർട്ടീവാണ് അതിന്, എന്നാലും കുറച്ച് കിടന്ന് കൈയായി പോയി, അത്രയ്ക്ക് പറയുള്ളൂ. അതുപോലെ തന്നെ വന്നിരിക്കുന്നത് ഡെക്കോ. സോ ഡെക്കോ വന്നിരിക്കുന്നത് ഫിനോൽ പാസ് പ്ലസ് ലോ സ്ക്രീമറാണ്. ഡെക്കോ നമുക്ക് അറിയാലോ, പോർച്ചുഗൽ ലെജൻഡാണ്. അതുപോലെ തന്നെ നമ്മളുടെ ബാഴ്സലോണ ലെജൻഡാണ്. അപ്പോൾ ഈ 3 പ്ലേയേഴ്സാണ് ഇന്ന് നമുക്ക് ഗെയിമിൽ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിപ്പോൾ ലെമീൻ യമാൽസ് ചോയ്സ് പറഞ്ഞ പാക്കാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം നമുക്ക് ഇന്ന് ഈ പാക്കിൽ നിന്ന് ആരെ കിട്ടുന്ന. 800 അല്ല 900, 1800, 2700, 3600, 4 ട്രൈ അടിക്കാളുണ്ടാവും. ഓക്കെ, സോ നോക്കി നോക്കാം ഗൈസ്. ഇപ്പോൾ മെയിൻ ടാർഗറ്റ് പറയുന്നത് ബഫണാണ്. ബഫണിന് കിട്ടണമെന്നാണ് ആഗ്രഹം. അറ്റാക്കിംഗ് ഗോൾ കീപ്പറാണ്. നല്ല സ്റ്റാറ്റ്സ് ഉണ്ട്, അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സ് ഉണ്ട് ബഫണിന് വരുന്നുണ്ട്. നോക്കി നോക്കാം. ലോപ്പുണ്ടും എല്ലാം ഉണ്ട് മൂപ്പര് കേട്ടോ. പിന്നെ ഡെക്കോക്കാണ് സ്കിൽസ് ഏതൊക്കെ വരുന്നത്. ഡെക്കോക്ക് മിക്ക സ്കിൽസ് ഉണ്ട്. ഡബിൾ ടച്ച്, മാസ്റ്ററായിട്ട്, കട്ട് ബൈൻഡ്, ലോങ് റേറ്റ് കയറൽ, ലോങ് റേറ്റ് ഷൂട്ടിങ്, ലോ സ്ക്രീമർ. ആൾക്ക് അത്യാവശ്യം എല്ലാ സ്കില്ലും ഉണ്ട്. നല്ലൊരു കാടഞ്ഞാണ്. പക്ഷേ ഇതിൽ ഇവനെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ആര് ബഫൺ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി 2 പേരും അത്രയ്ക്ക് വെറുത്തല്ല. അപ്പോൾ ഇത് എടുക്കണം നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ റിസ്ക് അനുസരിച്ച് എടുത്തോ ഞാൻ പറയുള്ളൂ. ഞാൻ എന്തായാലും എടുക്കാൻ പോവാണ്. ഇപ്പോൾ ബഫണിനാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രൈ കൊടുക്കുകയാണ്. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും മനസ്സിൽ ധാനിച്ചുകൊണ്ടാണ് ഞാൻ ഒന്ന് കറക്കണത്. കാരണം നിങ്ങൾക്കറിയാം, ഒരു ഗോൾ കീപ്പറിനെ കിട്ടാൻ വേണ്ടി കുറേ കാലം അതിനെ ഫൈറ്റ് ചെയ്യണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 5000 4000 കോയിനെടുത്ത് പൊട്ടിക്കുള്ള ഗോളി വരുമ്പോൾ ഇത് നിനക്കൊരു 15000 ആക്കിയിട്ട് ആ ഗോളി വരുമ്പോൾ മൊത്തത്തിൽ കറക്കിയാൽ മതി നിനക്കൊരു ചിന്ത ഉണ്ടാവും. ഇപ്പോൾ ആ ചിന്ത എനിക്കുണ്ട്. പക്ഷേ കഴപ്പിന് വരുന്നില്ല. അപ്പോൾ ആദ്യത്തെ സ്പിന്ന് കൊടുക്കുകയാണ്. ഇപ്രാവശ്യമെങ്കിലും കഴപ്പിന് മരുന്ന് കിട്ടിയാൽ മതിയായിരുന്നു. ദൈവമേ, GK ആരോട് പറയാൻ, ആര് കേൾക്കാൻ? നമ്മളുടെ സങ്കടം നമ്മൾ തന്നെ മനസ്സിൽ കൊണ്ട് നടക്കണം സുഹൃത്തെ. അപ്പോൾ ആദ്യം തന്നെ പൗൾ ഗസാനിക, ഏതോ വെറി ഇത് പറയണില്ല. ഫസ്റ്റ് ട്രൈ തന്നെ പാട്ടപ്പാടെല്ലാം മൂഞ്ചിട്ടുണ്ട്. ഇനി നമ്മൾ വിശ്വാസത്തിൻ്റെ പേരിൽ പൊസിഷൻ ലാസ്റ്റിക്ക് പോവുക. ഇങ്ങോട്ട് വരിക. ലെജൻസിനെ ഓരോന്നായിട്ട് തൊടുക. 1 ബാക്കിയുള്ളവന്മാരെ എവിടെ? അയ്യോ, 1 കിട്ടിയുള്ളൂല്ലോ. 2 2 മതി, തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. ബഫൺ ഇനിയിപ്പോൾ വേറെ കിട്ടുകയാണെങ്കിൽ എനിക്ക് പിക്വരെ കിട്ടിയാൽ മതിയല്ല, പുയോളിന് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ട്രൈ കൊടുക്കുകയാണ്. താടാ എടാ, എനിക്ക് എന്താലേ സത്യം പറഞ്ഞ ഞാനെന്താ അപരാധിയാടാ. ഞാൻ എന്തിനാ കറക്കണ്? എനിക്ക് എന്തൊരു പ്രശ്നമുണ്ടോ? എടാ ഗോളി ആ ഉലിവർഗാനും വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നീ പണ്ടോറം എന്നാ ചെയ്യാനാ പോയേ, പെട്ടുപോയടാ. ശേ,
നല്ല സാറ്റുണ്ടാ ഉറപ്പത്. എടാ ടെക്കോൻ്റെ എടാ വേണ്ട പറഞ്ഞതല്ലടാ അപരാധികളെ. വേണ്ട എന്ന് പറഞ്ഞാൽ അതിനെടുത്ത് തരും തച്ചൂളികൾ. എന്താണ് നിങ്ങൾക്കൊക്കെ എന്നോട് മാനസികമായൊരു പ്രശ്നമുണ്ടോ? ഞങ്ങൾക്ക് എന്തായാലും 100 ഇങ്ങനെ വെച്ച് കൊടുത്തു നോക്കാം. ആദ്യം 100 ലെഫ്റ്റ് ആൻഡ് ഫോർവേഡ്. പറയാ അപരാധി കളി കളിക്കണോക്ക്. അടുത്ത 100. എടീ 100ലൊക്കെ എപ്പിക്കടിക്കാനൊരു ഭാഗ്യം ഉണ്ടാ. ഇത് ഒരു തേങ്ങ കിട്ടുന്നല്ല ഇടയ്ക്ക്. എടാ എടാ ഇത് പപ്പടായോ മതിയാർന്നടാ. യെസ് പപ്പൻ. എടാ പപ്പടല്ലേ എടാ. എടാ പപ്പൻ മതിറ പ്ലീസ് പ്ലീസ് പ്ലീസ്. യുവന്റസ് പപ്പൻ. യെസ് യെസ് യെസ്. ഓ ബ്രോ കിട്ടിയടാ. എടാ എടാ കൊണുവിൻ്റെ വിളി കേട്ടാ അളിയ. എടാ എടാ ഞാനെന്താ ബ്രോ ദാറ്റ് വാസ് പ്യുവർ ഹാപ്പിനെസ്. സത്യം എനിക്ക് മനസ്സിലൊരു ഹാപ്പിനെസ് കിട്ടിയത് പൊട്ടിയപ്പോൾ. മച്ചാനെ നീ പൊളിയാടാ മച്ചാനെ. ഇനിയൊന്നും മിണ്ടാണ്ട് നിറയെ. എടാ പപ്പണ്ണെ വേണം ഞാൻ വെറുതെ 100 കോയിന് കിട്ടിയാ കറക്കിയാൽ കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചു. കിട്ടിയടാ സാധനം കിട്ടി. ഇനി എന്താ വേണ്ടി? സാധനം കിട്ടി. ബഫണളിയ മുത്താണ് മുത്തേ പറയണ്ട. ഇനിയുള്ള കോയിൻ അവിടെ കിടന്നോട്ടെ. എടാ എന്നാലും അത് ഇന്നോട്ട് വയ്യരിക്ക്. ഏതാ സാധനല്ലേ? എന്തായാലും അത് കളിക്ക്. നമുക്ക് സ്കോഡിലിട്ടോക്കാം. ജീവൻ വെച്ചു മുത്ത്. എനിക്കിനി മരണമില്ല ബ്രോ. എനിക്കിനി മരണമില്ല. അത് നല്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. ഞാൻ സത്യം പറയാലോ മുത്തേ, ഒട്ടും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ആ കറക്കിയത്. കാരണം നിങ്ങൾക്കറിയാം ഞാൻ വീണ് പോവും. നിങ്ങൾക്കറിയാത്. നിങ്ങൾ പ്രാഗിയുണ്ടെന്ന് എനിക്കറിയാം. കിട്ടരുതെന്ന് മനസ്സുകൊണ്ട് ഒരു നിമിഷമെങ്കിലും മനസ്സുകൊണ്ട് അത് ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇല്ല എന്ന് പറയണ്ട. എല്ലാറ്റെണ്ണം ഇപ്പം കാണണം എല്ലാവരും പ്രതീക്ഷിച്ചെന്ന് എനിക്കറിയാം. കിട്ടരുത്. ഇവനെ കിട്ടാണ്ട് ഇവൻ കരയണത് എനിക്ക് കാണണമെന്ന് മനസ്സിൽ കണ്ടിട്ടുണ്ടാവാം. കാണാത്തവരുണ്ടാവും, എന്നാലും കണ്ടിട്ടുണ്ടാവാനും മിക്കവരും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതും കൂടി കൊടുത്തേനാ 107. അങ്ങനെ എനിക്കും അയാളെ ഗോൾ കീപ്പർ. യോ ഞാൻ പൊളിക്കും. ഇനി ഞാൻ ഒരു പൊളിക്കും വച്ചാരെ. നിങ്ങൾ നോക്കി സ്റ്റാറ്റ്സ് നോക്ക്. ലോപ്പുണ്ട്, ഹൈപ്പുണ്ട്, ലോങ് ത്രോ, പെനാൽറ്റി സേവർ, സ്പിരിറ്റ് ത്രോ, ക്യാപ്റ്റൻസി. എന്ത് വേണടാ ഇതിൻ്റെ പൊള്ളി? നിങ്ങൾ ഇതിൻ്റെ നെഗറ്റീവ് അടിക്കട്ടോ. കഴിഞ്ഞ 3 വട്ടം പീച്ചേഴ്സ് മൈക്കിൾ, പീറ്റർ ചെക്ക്. പേരാരായിരുന്നു? മറ്റവൻ യുണൈറ്റഡിൻ്റെ ഗോളിയില്ലേ, മറ്റേ മെസ്സി ഗോളടിക്കുമ്പോൾ തൊള്ള വിളിച്ച് വെക്കിക്കണവൻ. ഓന് വന്നപ്പോൾ എനിക്ക് കിട്ടിയില്ല. അപ്പോഴൊക്കെ നിങ്ങൾ എന്നെ വിമർശിച്ചു. പക്ഷേ ബഫൺ എന്ന ഒച്ച ഞാൻ എന്നെ രക്ഷിച്ചു. മുത്താണ് ബഫണെ, മുത്താണ് നീ. അങ്ങനെ ഇതാണ് നമ്മുടെ സ്കോഡ്. ഞാൻ വേണമെങ്കിൽ ഡീറ്റെയിലായി കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്കോഡ്. ഇനി അടിയിലൊന്ന് കമൻറ്റ് സ്കോഡ് ഉണ്ടായിട്ടല്ലേ കളിക്കറിയേണ്ടതെന്ന്. അത് കമൻറ്റ് ഇട്ടിട്ട് കാര്യമില്ല. നേരെ വരുന്നവൻ ആരാണെങ്കിലും നമ്മളടിച്ചിടും. അത്രേ ഉള്ളൂ. അപ്പോൾ സാധനം കിട്ടിയിട്ടുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ സ്കോഡ് ഇപ്പോൾ സെറ്റാണ്. ഇനി നമ്മളൊരു വരവ് വരും. ഇത്ര നാളും നിങ്ങളിൻ്റെ നെഗറ്റീവായിട്ട് പറഞ്ഞിരുന്നത് നിനക്ക് ഗോളിയില്ല, ഗോളി വരുമ്പോൾ കറക്കിക്കോ. എനിക്കറിയാം നിങ്ങളൊക്കെ എൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് പറയണത്. പക്ഷേ ചിലർ കിട്ടാത്തപ്പോൾ പുഞ്ചിരിച്ചു. ഇന്നവർ ദുഃഖിക്കുന്നു, ഞാൻ പുഞ്ചിരിക്കുന്നു. അപ്പോൾ ശുഭദിനം. ബൈ.